ഹായ്, നമസ്കാരം. ഷാജീസ് കൊറിയൻ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പം ഗവിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക. KSRTCയെ നമ്പിക്കഴിഞ്ഞാൽ ഉന്നാൽ മുടിയാതെ തമ്പി. KSRTCയെ നമ്പിക്കഴിഞ്ഞാൽ മിക്കവാറും ഊമ്പി പോകത്തേ ഉള്ളൂ. രാവിലത്തെ ബസ് കിട്ടിയില്ല, ജസ്റ്റ് മിസ്സായിപ്പോയി. എന്നാലും നമ്മൾ 4 മണി സമയത്ത് തന്നെ വന്നു. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തിരിച്ചു വന്ന് ബസ് വരുകയും ഞാൻ അപ്പുറത്തോട്ട് കടക്കുകയും. അപ്പോൾ എന്നോട് പറഞ്ഞ് 5 മിനിറ്റ് താമസം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ നമ്മളിരുന്ന് അപ്പോൾ ബസ് ചെറുതായിട്ട് വഴിതിരിച്ച് വിട്ട് അങ്ങനെ പോയി. നമ്മുടെ സാരഥിയിലാണ് പോകുന്നത്, നമ്മുടെ മയിൽ വാഹനം. കഴിഞ്ഞ അച്ചൻകോവില യാത്രയിലും അങ്ങനെ പല യാത്രയും 56 വ്യൂസിൽ കൂടുതൽ പോയിട്ടൊന്നുമില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതുകൂടെ കാണണേ കയറി. അപ്പോൾ ഗവിയിൽ ചെല്ലുന്നതിൻ്റെ എൻട്രിയുള്ള കാഴ്ചകളും മുന്തിരിത്തോട്ടത്തിലുള്ള കാഴ്ചകളുമായിരിക്കും ഇനി വരുന്നത്. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ചെറിയായിട്ടൊന്ന് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞ് സബ്സ്ക്രൈബ് ആയിക്കോളും. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. ഞാനിതുവരെ കേരളത്തിലും തമിഴ്നാട്ടിലും അല്ലാതെ ഞാൻ വേറെ സ്ഥലങ്ങളിലൊന്നും ഞാൻ പോയിട്ടേ ഇല്ല. കാരണം എനിക്ക് സമയം കിട്ടുന്നുമില്ല. അതുമാത്രമല്ല, നമുക്ക് മുൻപോട്ട് യാത്രകൾ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടൂടെ വേണം. സപ്പോർട്ടില്ലാതെ എനിക്ക് ഒരിക്കലും യാത്ര ചെയ്യാൻ പറ്റത്തില്ല. സബ്സ്ക്രൈബേഴ്സ് ഹായ്. അപ്പം നിങ്ങളെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് നമുക്കറിയത്തില്ല ഗായ്സ്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഒരു ചാനൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പം സിഗ്നലിൻ്റെ അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ബസ് പോയോണ്ട് ഇനിയിപ്പം 5:45 കഴിഞ്ഞാലേ ബസ് കിട്ടത്തുള്ളൂ. അപ്പം ഗവി ബസ് കിട്ടത്തില്ല. ഞാൻ എവിടെ പരിപാടി ചോദിച്ചാലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. എന്തായാലും വെച്ചാൽ നേരത്തെ ഇറങ്ങിയോണ്ട് നമ്മുടെ മയിലുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞാൻ ആവശ്യത്തിന് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട്. ഡ്രോണും ഞാൻ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് കരുതി. ഉറക്കിപ്പിച്ചല്ലേ, ഉറക്കമൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട്. എന്നാലും ഞാൻ സൂക്ഷിച്ചാണ് പോകുന്നത്. കഴിഞ്ഞ ട്രിപ്പാണെങ്കിൽ ഞാൻ ഇൻട്രോ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു കാർ ഇടിച്ച് കയറുമായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ ഇങ്ങനെ പേടിച്ച് പോയി, കണ്ണങ്ങ് വെള്ളി. പെട്ടെന്ന് ലൈൻ കമ്പിയെന്ന് തീപ്പൊരിയൊക്കെ വീണ് ഞാൻ ഭയന്ന് പോയി. ആ പോസ്റ്റിൻ്റെ അടുത്ത് തന്നെ ഞാൻ വണ്ടി ഇൻട്രോ ചെയ്തുമായിരുന്നെങ്കിൽ മിക്കവാറും എൻ്റെ കാര്യത്തിൽ തീരുമാനമായേനെ. എൻ്റെ കാര്യത്തിലും എൻ്റെ വണ്ടിയുടെ കാര്യത്തിലും തീരുമാനമായേനെ. ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ആ വണ്ടിയിൽ ഞങ്ങൾ മുമ്പും പുറകുമായിട്ടാണ് വരുന്നത്. ഞാൻ ആദ്യം ഇതിനെ ഓവർടേക്ക് ചെയ്തു. ഈ കാർ എന്ത് ചെയ്തു, അതിനെ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കയറി വന്നത്. അപ്പോഴത്തേക്ക് ഞാനെന്നാ ഇച്ചിരി വെള്ളം കുടിച്ചിട്ടേ അവിടുന്ന് ഇൻട്രോ പറയാമെന്ന് കരുതിയിട്ട് അപ്പുറത്തോട്ട് മാറ്റി നിർത്തിയതാണ്. അപ്പോൾ ഇതെൻ്റെ സൈഡിലാണ് ഇടിച്ചത്. ഒരു 10 മീറ്റർ 12 മീറ്റർ അകലത്തിലാണ് ഇത് ഇടിച്ചത്. എന്തായാലും കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു, ഗേറ്റെല്ലാം തകർത്ത്. ആ ഗേറ്റ് ഇടിച്ച് തീർപ്പിച്ച് എൻ്റെ ദേഹത്തോട്ട് വല്ലതും വീണിട്ടുണ്ടായെങ്കിൽ കയ്യാ കാലം വല്ല ഒടിഞ്ഞു പോയാൻ. ദൈവാധീനം കൊണ്ട് ഒന്നും പറ്റിയില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയാലും ഇയാൾക്ക് അച്ചൻകോവിലാറ് വഴി തമിഴ്നാട്ട് പോയാലും ബൈക്കിൽ ഒറ്റയ്ക്കുള്ള യാത്ര ഇപ്പോൾ ഒരു കൂട്ടം തന്നെ കയറും. അടുത്ത ആള് കയറും. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി. ഗായ്സ് നോക്കൂ, ഞാനാണ് ഗവിയിലെ ബസ്സിലെ
ആദ്യത്തെ യാത്രക്കാരൻ. ബസ് നിർത്തിക്കഴിഞ്ഞപ്പോൾ സ്റ്റാൻഡിൽ കയറിയപ്പോൾ എന്തോ തിരക്കാണ്, ഇടിച്ചു കുത്തിയാണ്. അപ്പൊ എനിക്ക് നേരത്തെ മനസ്സിലായി ഇതിനകത്ത് ഗവിക്ക് പോകാനുള്ള ആൾക്കാരാണ്. ഞാൻ എന്ത് ചെയ്തു, പെട്രോൾ ഡീസൽ അടിക്കുന്നിടത്ത് ആ സ്ഥലത്തോട്ട് പോയി ഞാൻ ആ ഡ്രൈവറോട് ചോദിച്ചു, ചേട്ടാ ഗവിക്ക് പോകുന്ന ബസ്സാണോ ചോദിച്ചു. ആണ്. ഞാൻ പറഞ്ഞു ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിച്ചു. ധൈര്യമായിട്ട് കയറി വാ മോനെ. ഞാൻ പിന്നെ അതിനകത്ത് പെട്ടെന്ന് ചാടി കയറി ഇരുന്ന് ബസ് സ്റ്റാൻഡ് പിടിക്കുകയും ഒരു കൂട്ടം പോലെ കയറി വരുന്നത്. ഇപ്പൊ നമ്മൾ ഗവി യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്കായിരിക്കണം. അതാണ് എല്ലാ പ്രാവശ്യം ഗവി യാത്ര പോന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് പോകാൻ പറ്റത്തില്ല, ബസ് മിസ്സായിപ്പോയി. രാവിലത്തെ ബസ് മിസ്സായതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ ബസ് നോക്കി നിൽക്കാൻ ഞാൻ നിന്നതേ ഇല്ല. അടുത്ത നമ്മുടെ സാരഥി ഏതാ, നമ്മുടെ വണ്ടി മയിലിനകത്ത് തന്നെ കയറി പത്തനംതിട്ടയ്ക്കും പോരുന്നു. എന്നാലും നമുക്ക് കറക്റ്റ് സമയത്ത് ഈ ബസ് പിടിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ റൂട്ട് ബസ്സുകൾ ചിലപ്പം നിർത്തലാക്കുകയൊക്കെ ചെയ്യും. അത് KSRTC നമുക്ക് നമ്പാൻ പറ്റത്തില്ല. ഈ സർവീസ് മാത്രം അവർ കൃത്യമായി സർവീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ബസ്സിനകത്ത് പിടിക്കാൻ പറ്റിയത്. രാവിലെ വലിയ ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ബസ് കിട്ടാൻ മാത്രം. ഓ ഗൈസ് നോക്കൂ, ഈ ഡ്രൈവറും കണ്ടക്ടറും നല്ല പുലിയാണ്. ഗവി ബസ് യാത്രക്കാരെ സുരക്ഷിത സ്ഥലത്തേക്ക് അവർ കൊണ്ട് നമുക്ക് വിടുകയും ചെയ്യും. അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പാലിച്ചിരിക്കണം. ആന, കടുവ, എല്ലാവിധ വന്യമൃഗങ്ങളും ഉള്ള സ്ഥലമാണ് ഈ ഗവി എന്ന് പറയുന്നത്. നമ്മുടെ വാവാ സുരേഷ് അണ്ണന് പാമ്പുകളിലെയും എല്ലാ സാധനത്തിനെയും പിടിച്ച് ഈ കാട്ടിലോട്ടാണ് വിടുന്നത്. അത് മാത്രമല്ല ഇവിടെ അടുത്ത് തന്നെ ശബരിമലയുടെ ഭാഗങ്ങളും ഇവിടെ ഉണ്ട്. ഇനി അടുത്ത വീഡിയോ വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു KSRTC ആനവണ്ടി യാത്ര കുമിളിയിൽ നിന്ന് നേരെ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ഒരു ചെറിയൊരു ബസ് യാത്രയുടെ ചുരം ഇറങ്ങി വരുന്ന എല്ലാ വീഡിയോസുകളും ഞാൻ എടുത്തിട്ടുണ്ട്. അത് മാത്രമായിരിക്കും വരുന്നത്, ചുരം ഇറങ്ങുന്നതിന്റെ വീഡിയോ. അപ്പൊ അടുത്ത ഗവി യാത്രയിലോട്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പോൾ ഗൈസ് നോക്കൂ, 100 കിലോമീറ്റർ 4 മണിക്കൂർ നീളുന്ന കാനന യാത്രയാണ് ഈ ഗവി യാത്ര. അതുമാത്രമല്ല, ഗവിയിലേക്ക് കാടിന്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നത് ആങ്ങമൊഴിയിൽ നിന്നും നമുക്ക് ബസ് കയറാവുന്നതാണ്. ആങ്ങമൊഴി നിർത്തും ഭക്ഷണം കഴിക്കാൻ വേണ്ടി. കണ്ണു നിറയെ കാടും യാത്ര. അതുമാത്രമല്ല, ഗവിയിലേക്ക് കാടും മേടും ഭംഗി ആസ്വദിച്ച് നമ്മുടെ ഒരു യാത്ര ആരംഭിക്കുകയായി. പെരിയാർ കടുവ സങ്കേതത്തിലൂടെയാണ് ഈ നമ്മുടെ ഗവി യാത്രയ്ക്കുള്ള പോകുന്ന വഴി. അതുമാത്രമല്ല, ധാരാളം വന്യമൃഗങ്ങളുണ്ട്. ആന, കാട്ടുപോത്ത്, കടുവ, പുലി എന്തും നമ്മുടെ മുന്നിൽ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അത് കാണത്തുമില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് കാണത്തില്ല. അതില്ല, ഭാരമില്ലാത്ത ഭാരമില്ലാത്ത ഏറ്റവും നല്ലത് ഇത്രയും ചെയ്ത് അവിടെ ഒരു ദിവസം താമസിക്കാതെ എങ്ങനെ തിരിച്ചു വരാൻ പറ്റും ഗൈസ്. അതുവഴിയുള്ള ആലോചിപ്പാണ് ഗവിയിലേക്കുള്ള പക്കാനം എസ്റ്റേറ്റ് അകത്തുള്ള ഗോഡൌൺ ടൗൺ പാക്കേജ് ബംഗ്ലാവിലേക്ക് കേൾക്കുന്നത്. ഹലോ എന്ന് വെച്ചല്ലേ പറഞ്ഞു. യാത്രയ്ക്കുള്ള നിർദ്ദേശങ്ങളുമായി ഉള്ള നമ്മുടെ യാത്രകൾ ഇങ്ങോട്ട് നല്ല സൂപ്പർ ആയിരിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ യാത്രയിൽ ഒരുപാട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ബസ്സിൽ. അപ്പൊ ഈ പുറകിരിക്കുന്ന ചേട്ടനായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്നത്. ഇവരുടെ കൂട്ടത്തിലുള്ള എല്ലാവരും നമ്മുടെ നമ്മുടെ ഇപ്പൊ KSRTC അല്ലാതെ നമ്മുടെ സ്വന്തം വാഹനത്തിലോട്ട് ഗവിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് പോകാൻ വഴിയുണ്ട്. അതിനകത്ത് ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ഓൺലൈൻ വഴി പാസ് എടുക്കുക, രജിസ്ട്രേഷൻ ചെയ്യണം. പത്തനംതിട്ട ജില്ലയിലെ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റിൽ നിന്നാണ് ഈ പാസ് കിട്ടുന്നത്. ഇവിടെ നിന്ന് 3 ദിവസം മുമ്പ് പാസ് എടുത്തിരിക്കണം. നമ്മൾ ആങ്ങമൊഴി ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന ആങ്ങമൊഴിയിൽ നിന്നും ഏകദേശം 80 കിലോമീറ്റർ ഗവി സഞ്ചരിച്ച് ഗവിയിൽ നിന്ന് തിരിച്ച് ആങ്ങമൊഴിക്ക് യാത്ര അനുവദിക്കത്തില്ല. ഗവിയിൽ നിന്ന് പിന്നീട് പോകേണ്ട വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വഴിയാണ്. ചെക്ക് പോസ്റ്റിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ 100 കിലോമീറ്റർ വരും. ഈ 100 കിലോമീറ്റർ ദൂരവും പൂർണ്ണമായി വനമേഖല. മൊബൈൽ റേഞ്ച് കിട്ടില്ല, ഭക്ഷണം ഉണ്ടാവത്തില്ല. മുന്നിൽ കണ്ടു വേണം നമ്മൾ യാത്ര ചെയ്യാൻ. ഒറ്റയ്ക്കുള്ള യാത്ര അനുവദിക്കത്തില്ല, അതിനു ശ്രമിക്കുകയും ചെയ്യരുത്. സമാധാനമായി കൂട്ടത്തോടെ യാത്ര ചെയ്യുക. വാഹനം ഓടിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഓരോ യാത്രയും ശ്രദ്ധിക്കണം. വന്യമൃഗങ്ങൾ ക്രോസിങ്ങിലുള്ള സമയങ്ങൾ വരാറുണ്ട്. ആനകളൊക്കെ
രാവിലെ അവിടെ നിന്ന് 8.5 മണിക്കൂർ മാത്രമേ കടത്തി വിടുകയുള്ളൂ. ഉച്ചയ്ക്ക് 12 മണി വരെയാണ് കടത്തി വിടുന്നത്. 12 മണി ആകാൻ കാത്തിരിക്കരുത്. കാരണം 12 മണി ചെക്ക് പോസ്റ്റ് കടന്നാൽ അകത്തേക്ക് പോകുന്നൊരു സമയം വൈകുന്നതായിരിക്കും. വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടക്കുമ്പോഴും സന്ധ്യ കഴിയും. സഞ്ചാരികൾ മുൻപാതെ തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം. പോകുന്ന വഴിയിൽ ഹോട്ടലുകളോ മറ്റ് താമസ സൗകര്യങ്ങളോ, ഇപ്പോൾ ഹോട്ടലിലും താമസ സൗകര്യങ്ങളൊക്കെ ആയി വരുന്നുണ്ട്. അത് വേറൊരു ചേട്ടൻ്റെ ഒരു ഹോം സ്റ്റേ ഇപ്പോഴും അവിടെ ഉണ്ട്. അതുമാത്രം ഇത് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ ഗായ്സ് അപ്പം നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുന്നതായിരിക്കും. ഗായ്സ് നോക്കൂ, ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന നമ്മുടെ സാധനം ഉണ്ടല്ലോ, ഈ കവറുകൾ, അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ചെക്ക് പോസ്റ്റിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാൻ. ഈ യാത്രയിൽ ഏറ്റവും നല്ല ഭംഗി എന്തോന്ന് ചോദിച്ചാൽ ഇവിടെ ഡാമുകളാൽ ഉള്ള സ്ഥലമാണ്. ഇഷ്ടംപോലെ ഡാമുകളുണ്ട്. യാത്രക്കിടെ മനോഹരമായ കാഴ്ചയാണ് കക്കി ഡാമിൻ്റെയും ക്യാപ്റ്റൻ്റെ ഏരിയ മൂഴിയാർ പവർ ഹൗസിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള കക്കി ഡാമിൽ വെള്ളം തടഞ്ഞു നിൽക്കുന്നതാണ്. നമ്മുടെ കുറവാനുള്ള സമയത്ത് ദ്വീപുകൾ തെളിഞ്ഞു കാണാൻ പറ്റും ഗൈസ്. ഇതിനകം പ്രവേശനം റോഡിൻ്റെ അരികിൽ നിന്ന് വേണം കാണാൻ. കൂടുതൽ താഴത്തേക്ക് ഇറങ്ങരുത്, കാരണം കൊക്കയായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട്. തെന്നി താഴേക്ക് വീഴാൻ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ എതിർവശത്ത് ആകാശം മുട്ടി നിൽക്കുന്ന പുൽമേടുകളാണ്. ഈ പുൽമേടുകളുടെ അദ്ദേഹത്ത് മുകൾ വശത്തായിട്ട് മ്ലാവ്, കാട്ടുപോത്ത്, ആനകൾ എന്നിവയുണ്ടാകും. അതുമാത്രമല്ല കാട്ടിനകത്ത് എന്നൊരു സാധനം ഉണ്ടാകും. അത് കടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടുന്നതായിരിക്കും. അതിന് ഈ അട്ടയെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ ശകലം ഉപ്പ് കരുതേണ്ടതാണ്. ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് താഴെ ചത്തു പൊക്കുള്ളൂ. അതുമാത്രമല്ല നമ്മുടെ സാനിറ്റൈസറും കൂടെ ഉപയോഗിച്ച് അത്ര നല്ലതായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നുള്ളൂ, ഓരോരുത്തർക്കും ഓരോ രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ അട്ടയെ വലിച്ചു പറിക്കരുത്. വലിച്ചു പറിച്ചു കഴിഞ്ഞാൽ ചോര നമ്മുടെ ഈ കക്കി ഡാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പോട്ട് പോകുമ്പോഴാണ് എക്കോ പോയിന്റ് വരുന്നത്. കക്കി ഡാം പണിയാൻ വേണ്ടി പാറകൾ പൊട്ടിച്ചിട്ടാണ് ഇത് സംഭവം ചെയ്തിരുന്നത്. അപ്പോൾ എക്കോ പോയിന്റ് ഇവിടെ നിന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ 3 പ്രാവശ്യം എക്കോ പോലെ ഉണ്ടാവും. ഇതിന് മുകളിലൊക്കെ കാട്ടുപോത്തൊക്കെ നീങ്ങി നടക്കുന്നതൊക്കെ കാണും. ബഹളം വെച്ചാൽ ഇവയൊക്കെ മാറിപ്പോകുന്നതായിരിക്കും. വന്യമൃഗങ്ങളെ ശല്യം ചെയ്യാൻ പാടില്ല. അവർ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നമുക്കിപ്പോൾ അവരുടെ വീഡിയോസ്, ഫോട്ടോസ് എഴുതുകയൊക്കെ ചെയ്യാം. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അടുത്തതായി നമ്മുടെ ആനത്തോട് ഡാം. ശബരിഗിരി വെള്ള പദ്ധതിക്ക് വേണ്ടി വെള്ളം കൊണ്ടുപോകാനുള്ള പ്രധാനപ്പെട്ട ഡാമാണ്. ഈ ഡാമിൽ ഷട്ടർ ഉള്ളത്. 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ നാടും നഗരവും എല്ലാം പൂർണ്ണമായി വെള്ളത്തിൽ മുങ്ങിപ്പോയ കാലഘട്ടമായിരുന്നു. ഈ ഡാമിൻ്റെ ഷട്ടറാണ് അന്ന് തുറന്നു വിട്ടത്. 980 അടിക്ക് മുകളിൽ വെള്ളം എത്തിയപ്പോഴും രാത്രി തുറന്നു വേണ്ട സാഹചര്യമായി ഉണ്ടായത്. ഈ വെള്ളം താഴേക്ക് ഒഴുകി പോകുന്ന പമ്പ ത്രിവേണിയിലേക്കാണ്. അവിടെ നിന്ന് പമ്പ നദിയിലൂടെ ഈ വെള്ളം നാട്ടുമ്പുറങ്ങളിലാക്കാണ് ഈ പ്രളയത്തിനിരയാക്കിയത്. ഈ 2018 വെള്ളപ്പൊക്കം ഞാൻ ജനിച്ച സ്ഥലത്തും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. രാവിലെ KSRTC ബസ് പുറപ്പെടുന്ന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 5:30 ഫസ്റ്റ് വണ്ടി കുമ്മളി. രണ്ടാമത്തേത് 6:30 എടുക്കും. പിന്നെ മൂന്നാമത്തെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12:30 അത് എടുക്കുന്ന ബസ്സാണ്. നമുക്ക് രാവിലെ നല്ല ദൃശ്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബസ്സിൽ തന്നെ പോകണം. ആന പോകുന്ന വഴി, ഇപ്പോൾ ഈ ബസ് പോകുന്ന വഴി രാവിലത്തെ ട്രിപ്പ് ആനകളൊക്കെ ശല്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. മരമൊക്കെ ചിലപ്പോൾ തള്ളിയിടും. അവിടെ മൊത്തം പിണ്ടമൊക്കെ ഇട്ട് റോഡൊക്കെ നല്ല നാശമാക്കിയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ ഒരു ട്രിപ്പ് ഗവി യാത്ര പോയിട്ടുണ്ടായിരുന്നു. അതിമനോഹരമായ യാത്രയാണ്. നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ ഇന്നലെ ഈ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പോൾ മഴയെന്ന് പറഞ്ഞാൽ അമ്മാതിരി മഴ. ഞാനൊക്കെ എന്നാൽ വ്യൂ പോയിന്റിൻ്റെ അവിടെ വന്നിട്ട് നമ്മൾ ഡ്രോണൊക്കെ ഇറക്കാമല്ലോ എന്ന് വിചാരിച്ചു. എവിടെ സമ്മതിക്കണ്ടേ, അമ്മാതിരി മഴയും നല്ല തണുപ്പാണ്. നല്ല ഐസ് പോലത്തെ തണുപ്പാണ് നമ്മുടെ ഈ ഗവി ചെന്ന് കഴിഞ്ഞത്. നല്ല സൂപ്പർ മഞ്ഞിൻ്റെ കാഴ്ചകളും ഉണ്ടായിരുന്നു.
ഞാൻ പോയപ്പം ആന, വന്യമൃഗങ്ങളെല്ലാത്തിനെയും ഞാൻ കണ്ടായിരുന്നു. ഗൈസ്, അപ്പോൾ നമ്മുടെ ഈ KSEBയുടെ സ്റ്റോപ്പിലൊക്കെ അടുത്തിട്ടുണ്ട് നമ്മുടെ KSRTC. അത് മാത്രമല്ല, ഇവിടെ ബാത്റൂം സൗകര്യങ്ങളും ഉണ്ടാവും. ഇവിടെ ഡ്രൈവർ ബാത്റൂമിലോട്ട് പോയപ്പോഴാണ് എനിക്കും ബാത്റൂമിലോട്ട് പോകേണ്ട ആവശ്യം വന്നു. എന്തായാലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനാണെങ്കിൽ ഇവർ എല്ലാം നിർത്തി തരികയൊക്കെ ചെയ്യും. വേറെ സ്ഥലങ്ങൾ, നമ്മുടെ കാടായിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഇവര് വണ്ടി നിർത്തി തരത്തില്ല. നമ്മുടെ സുരക്ഷയും കൂടെ നോക്കും. നമ്മളത് അഥവാ ബഹളം വെച്ച് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവർ ഉത്തരവാദിത്തം പറയേണ്ടി വരും. സഞ്ചാരികളാലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലേ അത് ഇവർക്ക് ജോലിയിൽ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഇവർ പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇത് സ്റ്റോക്കാണ്. ഇത് മുല്ലപ്പെരിയാറിലേക്ക് ഒക്കെ വെള്ളം എത്തിക്കുന്ന പൈപ്പാന്ന് തോന്നുന്നു. ഇതിനെപ്പറ്റി എനിക്ക് അത്ര അറിവൊന്നുമില്ല. ഇങ്ങനെ പോയതെന്നത് തോന്നുന്നു. നമ്മുടെ അതിമനോഹരമായ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ആകർഷണം എന്തെന്ന് ചോദിച്ചാൽ തൊട്ടപ്പുറത്ത് ഡാമാണ്. ആ ഡാമിന്റെ ചെറിയ ചെറിയ ദ്വീപുകളാല് ഇങ്ങനെ മേലോട്ട് പൊന്തി നിൽക്കുന്ന കാണാം. ഇവിടെ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പ്ലാവിനെ കാണാം. മുകൾ വശത്ത് ആന വന്നിട്ട് തീറ്റയൊക്കെ എടുക്കുന്ന പ്രത്യേകം നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്ത നമ്മുടെ ഡാമിന്റെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മുടെ ഓർഡിനറി സിനിമ കുഞ്ചാക്കോ ബോബന്റേതും ബിജു മേനോന്റെയും പുതിയൊരു സിനിമ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചായിരുന്നു. ക്ലൈമാക്സ് ചിത്രീകരിച്ച ഇവിടെ വെച്ചായിരുന്നു. ആ സിനിമ ഇറങ്ങിയതിന് ശേഷമായിരുന്നു ഇവിടെ ഈ സ്ഥലം അത്രയ്ക്ക് നല്ല രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയ, ആളുകളിലേക്ക് എത്തിക്കാൻ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിയുന്നേ. ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്ന 13 ആൾക്കാരും കോഴിക്കോട്, മലപ്പുറം, മഞ്ചേരി, കർണാടക, തമിഴ്നാട്, ബാംഗ്ലൂരു അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ബസ്സിനകത്ത് യാത്ര ചെയ്യുന്നത്. മലയാളികൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയെല്ലാം കർണാടകക്കാരാ. ഈ കണ്ടക്ടർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഇവർ ഈ ഭാഷ ഒന്ന് മനസ്സിലാക്കാൻ. ഇപ്പൊ ഗവി എന്ന് പറഞ്ഞപ്പോൾ ഇത്ര രൂപ. എന്റെ കയ്യിൽ നിന്ന് ചാർജ് ഈടാക്കിയ 207 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ഞാൻ കുമ്മിളി വരേക്കുമാണ് ഈ KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഈ രണ്ട് ഭാഗത്തും നല്ല അതിമനോഹരമായ കാഴ്ച. ഇത് ഈ ഡാമിന്റെ മുകളിലൂടെ ബസ് പോകുമ്പോഴുള്ള അതിമനോഹരിയായിരിക്കും. വേറെ ഒരു സ്ഥലത്തും ഈ ഇങ്ങനെയുള്ള ബസ് പോകുന്ന കാഴ്ചകൾ കാണാൻ പറ്റത്തില്ല. നമ്മുടെ ഈ ഗവി റൂട്ടിൽ മാത്രമേ ഇങ്ങനെയുള്ള യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ.
നോക്കൂ, ഇവിടെ ചെക്ക് പോസ്റ്റിന്റെ അവിടെ എത്തി. ഇവിടെ ആൾക്കാരുടെ എണ്ണത്തിന്റെ എഴുതുകയാണ്. നമുക്കിപ്പോ എത്ര ആൾക്കാർ ബസ്സിലുണ്ടെന്നുള്ള ഇത് എണ്ണം ഇവിടെ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിരിക്കണം. ഇപ്പൊ ചെക്ക് പോസ്റ്റിൽ ഇപ്പൊ ആ ഡ്രൈവർ ഇറങ്ങിയോണ്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങിയത്. ഞങ്ങളോട് പറഞ്ഞു നല്ലപോലെ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. പോസ്റ്റ് എത്തിയിട്ടുണ്ട്. ആ, നമ്മുടെ ചാനൽ പേര് ഷാജീസ് കുറിയുന്ന വ്ലോഗ്. എവിടെ കണ്ടിട്ടുണ്ടല്ലോ. യൂട്യൂബിലൊക്കെ ഉണ്ടാവും. യൂട്യൂബിൽ നെറ്റില്ല. നെറ്റില്ല. അത് ഓർത്ത് വെച്ചാൽ പേര് ഓർത്ത് വെച്ചാൽ അല്ലെ നമുക്ക് അടുത്ത വണ്ടിപ്പെരിയാൻ റേഞ്ച് കിട്ടുമല്ലോ. അന്നേരം പേരെന്തിരുന്നാണ് ഷാജീസ് കുറിയുന്നു വ്ലോഗ്. നമ്മുടെ സ്ഥലം എവിടെ? ഇവിടെ കുറിയന്നൂര്. കുറിയന്നൂരുടെ പത്തനംതിട്ട. വണ്ടി വരുമ്പോഴേ ചെക്ക് പോസ്റ്റ് മേലോട്ട് പൊങ്ങും. പൊങ്ങിക്കഴിയുമ്പോൾ സൂപ്പറായിട്ട് ഇങ്ങനെ നമുക്ക് വീഡിയോ എടുത്ത് വരാം. വണ്ടി സ്ലോ മോഷൻ അങ്ങ് പൊങ്ങട്ട അങ്ങോട്ട്. ലൈറ്റ് ഇട്ടോളാ പറ. ലൈറ്റ് ഒന്ന് പാസ് ചെയ്യണേ. പാസ് ചെയ്താൽ കേറി വരുമ്പോ താങ്ക് യു ഏട്ടാ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ ബസ് അങ്ങനെ ഗവിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഈ കട ഈയിടയ്ക്ക് മാത്രം പണിതായിരുന്നു. അപ്പൊ ഞാനിവിടെ നേരത്തെ വരുമ്പോൾ ഈ കടകളൊന്നും ഇല്ലായിരുന്നു. ഇത് ഗവി ഡാമാണ്. ഇതിന്റെ മുകളിൽ കൂടെ ബസ് പോകുന്നുണ്ട്. ഇപ്പൊ ബസ് അങ്ങോട്ട് ചെറിയാണ്ട് പ്രവേശിച്ചു. ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്തോട്ട് കയറുന്നവർക്കാണെങ്കിൽ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. പെരിയാർ കടുവ സങ്കേതത്തെ തേക്കടിയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം ഉണ്ട്. ഇവിടെ ഒരു ആനയുടെ അസ്ഥികൂടമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ അതിനകത്ത് കാണേണ്ട എല്ലാവർക്കും കാണാൻ പറ്റും. പക്ഷെ ബസ് യാത്ര വരുന്നവർക്ക് അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കിട്ടത്തേയില്ല. ആന പാർക്കിംഗ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ ആണെങ്കിൽ അടുത്ത് ആനയെ കാണാൻ പറ്റുന്നതായിരുന്നു. അപ്പം വരുമ്പോൾ ഇപ്പോൾ കാറ് നിർത്തിയൊക്കെ കാണുമ്പോൾ പ്രത്യേകം സൂക്ഷിച്ചോണം. ചിലപ്പോൾ ആന പെട്ടെന്ന് ഒന്ന് കുത്തി ഇളക്കി മറിച്ച് നമ്മളെ ആക്രമിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ടാവും.
അതിനെ കണ്ട അനങ്ങ കണ്ട 1 2 3 4 5 6 6 ഉള്ളടാ. 1 2 3 4 5 6 ഉള്ളടാ. കുട്ടിയാനകളും ഉണ്ട്. ഇതുകൊണ്ട് താഴെ കുഞ്ഞാനയുണ്ട്. അതുകൊണ്ട്